ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേശകനായിരുന്നു ചാണക്യൻ. ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുന്നതിന് ചന്ദ്രഗുപ്തന് വേണ്ടി ചാണക്യൻ രചിച്ച ലിഖിതങ്ങളാണ് അർത്ഥശാസ്ത്രവും ചാണക്യനീതിയും. വിജയത്തിനായി ഒരാൾ എന്തു ചെയ്യാം, എന്തു ചെയ്യരുത് എന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും ചന്ദ്രഗുപ്തനെ മികച്ച ഭരണാധികാരിയാക്കി മാറ്റിയതിൽ അർത്ഥശാസ്ത്രത്തിന് വലിയ പങ്കുണ്ട്. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ പ്രായോഗികമാക്കുവാൻ സാധിച്ചാൽ ഒരു വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും വിജയം നേടാൻ സാധിക്കും. ചാണക്യന്റെ ജീവിത പാഠങ്ങളും ഉപദേശങ്ങളും വിജയകരമായ ജീവിതം നയിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നു. ജീവിതത്തിൽ വിജയ കിരീടം ചൂടാൻ ഒരു വ്യക്തി പാലിക്കേണ്ട ചില ഗുണങ്ങളിതാ. ഇതിൽ ചാണക്യന്റെ ഒന്നാമത്തെ നിർദ്ദേശം: ഭാവിയെക്കുറിച്ചുള്ള ഭയം ഒരിക്കലും വിജയം തരികയില്ല. അതുപോലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയോ വ്യാകുലപ്പെടുകയോ ചെയ്യരുത്. ബുദ്ധിയുള്ള ആളുകൾ വർത്തമാന കാലത്തെ പ്രയോജനപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിൽ ചാണക്യന്റെ രണ്ടാമത്തെ നിർദ്ദേശം: ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവികളിലൊന്നാണ് ആന. പക്ഷേ ഒരു ആനയെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയുന്നുണ്ട്. ഒരു വിളക്കോ ദീപമോ വളരെ ചെറുതാണ്, പക്ഷേ വലിയൊരിടത്തെ അന്ധകാരമകറ്റാൻ അതിന് കഴിയും. വലിയൊരു പാറക്കഷ്ണത്തെ പല കഷ്ണങ്ങളാക്കി ഉടയ്ക്കാൻ ചുറ്റികയ്ക്കും സാധിക്കും. അതുകൊണ്ട് വലുപ്പത്തിലല്ല കാര്യമെന്നും പ്രവൃത്തിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ചാണക്യൻ പറയുന്നു. ഇനി ചാണക്യന്റെ മൂന്നാമത്തെ നിർദ്ദേശം: ജീവിതത്തിൽ കൂടുതൽ സമയവും നിശബ്ദത പാലിക്കുന്ന ഒരാൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല. അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിച്ച് ശീലിക്കുക. ഇനി ചാണക്യന്റെ നാലാമത്തെ നിർദ്ദേശം: കുബുദ്ധികളായ ആളുകളെ നേരിടുന്നതിന് രണ്ട് രീതികളുണ്ട്. ഒന്ന്, അവരെ എതിരിട്ട് ജയിക്കുക. മറ്റൊന്ന്, അത്തരം ആളുകളിൽ നിന്ന് അകന്നു കഴിയുക. ചാണക്യന്റെ അഞ്ചാമത്തെ നിർദ്ദേശം: വിവേകമതികളുടെ ഗുണവിശേഷമാണ് വിനയം. മടയന്മാർ ഒരിക്കലും വിനയത്തോടെ പെരുമാറുകയില്ല. പക്ഷേ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ എന്നും വിനയത്തോടെ പെരുമാറണം. ഇനി ചാണക്യന്റെ ആറാമത്തെ നിർദ്ദേശം: അറിവ് നേടുന്ന കാര്യത്തിൽ ഒരു നാണവും ഉണ്ടാകാൻ പാടില്ല. അഹങ്കാരവും തലക്കനവും മാറ്റിവെച്ച് അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുക. എന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ. നിങ്ങൾ ജീവിതത്തിൽ വിജയം നേടി ലക്ഷ്യം പൂർത്തിയാക്കിയാലും അഹങ്കാരം പാടെ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാന്യതയും ബഹുമാനവും ലഭിക്കില്ല. ചാണക്യന്റെ ഏഴാമത്തെ നിർദ്ദേശം: പല തുള്ളികളാണ് പെരുവെള്ളമായി മാറുന്നത്. അതുപോലെ പണമായാലും അറിവായാലും നന്മയായാലും വളരെ പതുക്കെയേ അത് വളരുകയുള്ളൂ. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. ഇനി ചാണക്യന്റെ എട്ടാമത്തെ നിർദ്ദേശം: നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പദ്ധതികളും മറ്റാരോടും വെളിപ്പെടുത്താതിരിക്കുക. കാരണം അത്തരം രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാൽ മറ്റുള്ളവർ കൂടി നിങ്ങളുടെ പദ്ധതിയിൽ ഇടപെടുകയും അത് വിചാരിച്ചതുപോലെ നടത്താൻ കഴിഞ്ഞെന്ന് വരികയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പദ്ധതികളും ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പാടില്ല. കാരണം അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമാക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.